അപ്പൊ നമ്മള് ഇപ്പൊ നടത്താൻ പോണത് അങ്ങോട്ട് പോയിക്കാം കുട്ടികളെ വിളിച്ചാണ്ട് അപ്പം ഈ ഡേറ്റ് അപ്പൊ നമ്മള് ബാഡാസ് ചലഞ്ചാണ് ഇനി നടത്താൻ പോകുന്നത്. ബാഡാസ് രണ്ടുപേര് പാടാൻ വേണ്ടി സൽമാൻ ക്ഷണിക്കുന്നു. ഫസ്റ്റ് തുടക്കം പറഞ്ഞുതരുന്നേ. ബാഡാസ് മാ അസ്സലാമു അലൈക്കും. ബാഡാസ് മാ ലിയോദാസ് മാ അത്ര അറിയുള്ളൂ. പറഞ്ഞുതരുമോ? എടാ ഒന്ന് ജസ്റ്റ് പറഞ്ഞാ മതി. ഫുള്ള് ഞാൻ പാടിത്തരാം. ഒരു സാധനം പോയത് ബാഡാസുമാ ലിയോദാസുമാ ഒരു സാധനം പോവുത്. ഒരു സാധനം പോകുന്നോ? ഹലോ ചെക്ക് ചെക്ക് അതെന്തിനാ അങ്ങനെ കുറയ്ക്കണം മൈക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ? ബാഡാസുമാ ഒരു സാധനം പൂട്ടുതേ, ബാഡാസുമാ യുവദാസുമാ, ബാഡാസുമാ ഒരു സാധനം പൂട്ടുതേ ലിയോ വിക്രം. ഇതിൽ അസർ ജയിച്ചു. ബാബാ അത് ജയിച്ചു. കളി കഴിഞ്ഞു. ഇല്ല ബാബാ ഞാൻ എന്റെ റിമിക്സ് റിമിക്സ് പാടി. ഇത് ബാഡാസുമാ വിക്രം അതും കയറുള്ളൂ. ഫുള്ള് പാടണം. പറയാൻ വിളിച്ചിട്ടില്ല. ഇവിടെ എല്ലാരും പാടണം. പാടിക്കോ. ഇല്ല ഞാൻ വല്ലതും പറയും ബ്ലോഗിൽ. എന്നാ വരി പറഞ്ഞ ബാഡാസ് ഒരു സാധനം പോട്ടത്. സാധനം പൂട്ട് പറയ്. ഞാൻ അടുത്ത വരി പാടാം. അടുത്ത പരിപാടി ലിയോ ഫുള്ള് പാടണം. ഞാൻ മറ്റേ ഞാൻ ബി ജി എം ഇട്ടരാം. ലിയോ ഒറ്റ വരിക. അത് കഴിഞ്ഞ് ഇനി എത്ര ആൾക്കുണ്ട്? ലെങ്ത് കൂടും. പാട് പാട്. ലിയോ അല്ലല്ല ഒരുമിച്ച് പറയാനോ? വേറെ പാട്ടില്ല. അല്ലല്ല ഒപ്പല്ല. നിങ്ങളൊന്ന് ജമാത്താക്കണം കേട്ടോ. എനിക്ക് പാടാറില്ല. അല്ല ഇവിടെയൊക്കെ അത് കവികളാണല്ലോ. അല്ല കലാകാരന്മാരാണല്ലോ എല്ലാവരും. പാടിക്കോലേ പറയട്ടോ. ലിറിക്സ് അറിയില്ല. ഞാൻ ഇതിൽ എനിക്കറിയുന്ന ലിറിക്സ് ഇതിൽ പറയട്ടെ. ഒരു ദാസം അല്ല ഒരു സാധനം പോട്ട് ഇത് പറയും. വിക്രം വിക്രം ഒരു സാധനം പോട്ടത് അറിയേ. ഒരു സാധനം പോട്ടത് കിട്ടൂലടാ. അത് സീനാ. വേറെ പാട്ട്. അല്ല അല്ലല്ല വേറെ പാട്ട്. എനിക്കത് കിട്ടൂലെങ്കിൽ വേറെ. എനിക്ക് കിട്ടി. എനിക്ക് കിട്ടിപ്പോയി. ഞാൻ പാടിയില്ല. ഇനി വേറെ പാട്ടിന് വേറെ പാട്ട് നിങ്ങൾ പറയും. ബാഡാസ് പാട്. ബാഡാസ് തായോ ബാഡാസ് തന്നോ തരാം. ബാഡാസ് മാ ഒരു സാധനം പോട്ടത് പറയും. ഒരു സാധനം പോട്ടത്. അപ്പൊ എല്ലാരും മുങ്ങല്ലോ പഠിക്കണം. മെല്ലെ ക്യാമറയിൽ ഇല്ലാത്ത സെറ്റിംഗ്സ് ഒക്കെ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്പോഷർ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എങ്ങനെയാണ് ബാഡാസ് മാ ഒരു സാധനം പോട്ടത് പറയും. ബടാസ് മാ ഒരു സാധനം പോട്ടത്. അപ്പം ഇന്നത്തെ ബടാസ് മാ ഒരു സാധനം പോട്ടത്. ബടാസ് മാ ലിയോദാസ് മാ ബടാസ് മാ ഒരു സാധനം പോട്ടത്. ലിയോ badass bitch Leo das is a bad Leo badass bitch Leo das is a bad he's a freaking badass. നീ ജിം ഷാട്ടോ നല്ല ക്യാമറയുടെ മറവിലേക്ക് കേട്ടോ. ബടാസ് മാ ബാഡാസിനെ വേദനിച്ചാലോ എന്ന് പാടടി. പലതും
ബഡാസ് മാൻ ഒരു സാധനം പോട്ടത് യുവരാസ് പൂട്ടത് പാടാണ് ബഡാസ് മാൻ ഒരു സാധനം പോട്ടത് Badass Mr. Big Das Mr. Bad. ലിയോ Badass Mr. Big Das Mr. Bad. Asmo yuradanju donide. Badass mo yuvadas mo. Badass mo orasana putte. അപ്പൊ സുഹൃത്തുക്കളെ, ഒരു മാരക ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം മക്കളെല്ലാരും ട്രംപോളിന്മേ കയറിയാണ്. അപ്പൊ ഇത് കാട്ടുമുണ്ട സ്കൂളില് LKG സീല് പഠിക്കുന്ന കുട്ടികളാണ് എല്ലാരും. കറങ്ങ് കറങ്ങ് എടാ ഫുള്ള എയർലാട്ടോ. ഈ കറങ്ങ് കറങ്ങ് ആർക്കാ കറങ്ങാൻ നിക്ക. ആ അടുത്ത ആള് സൽമാന്റെ ബാക്ക് ഫ്ലിപ്പ്. സൽമാന്റെ കിഡിലൻ ബാക്ക് ഫ്ലിപ്പ്. സൽമാൻ 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 മലപ്പുറത്തിന്റെ മാനം കാക്കാൻ മക്കരപ്പുറമിന്റെ മുത്ത് സൽമാൻ ഒരുക്കുന്ന ബാക്ക് ഫ്ലിപ്പ് ചലഞ്ച്. പിഞ്ചു ബാലന്റെ അത്ഭുത പ്രകടനം. സൽമാന്റെ ഒരു കിടിലൻ ബ്ലാക്ക് ഫ്ലിപ്പ്. മുതലായി മുതലായി. സൽമാൻ മനസ്സിലൊരു കമന്റ് കേട്ടോ. അടുത്തതായി ഇക്കു ഇക്കു വായക്കാട് അബ്ദുറഹ്മാൻ സാറിന്റെ മകനും നാടിന്റെ പൊന്നാമന പുത്രനുമായ ഇക്കു. എടാ ചെയ്യടാ ഒരു നാണക്കാരം. ആ ആ ആ ആ മൂന്നാൾക്ക് ഒരു സമയത്ത് കാണാൻ പറ്റും. നല്ലൊരു ഡാമേജ് ആണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. തലകൾ തമ്മിൽ കൂട്ടിമുട്ടിയ പ്ലക് പറഞ്ഞുള്ള സൗണ്ട് ഇങ്ങോട്ടാണ് കേട്ടത്. ആക്സിഡന്റ് ഹാപ്പൻഡ്. ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. വരൂ 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 ക്യാമറ ആയിട്ട് വരൂ വരൂ വരൂ. എന്തോ പറ്റിയിട്ടുണ്ട്. നല്ല സൗണ്ടാണ് കിട്ടിയിരിക്കുന്നത്. ക്ലിങ് പറഞ്ഞ സൗണ്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. കറക്റ്റ് കറക്റ്റ് മൂന്നാൾക്ക് ഇതിൽ ചാടാൻ പറ്റുമെന്ന് ചോദിച്ചു വെച്ചിട്ടുള്ളൂ. അപ്പൊ തന്നെ ആക്സിഡന്റ് പറ്റി. എന്റെ നാവ്. വാട്ട് ഹാപ്പൻ ഗൈസ്? എന്താ പറ്റി? തല ഉഞ്ഞോളി ഉഞ്ഞോളി. രണ്ടാള് വീഡിയോ ഉണ്ട്. രണ്ടാളെ കൂട്ടി മുട്ടാ. ഇക്കു ഓക്കെ. ഇക്കു ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ പോലെ ഫൗൾ ചെയ്യാണ്ടേ അങ്ങനല്ല മുത്ത. ഞാൻ കറക്റ്റ് കിട്ടും ഫ്ലിപ്പ്. ഒരാൾ ചെയ്യും മൂന്നാൾ ചാടില്ലേ? ഫ്രഞ്ചോ ഫ്രഞ്ചല്ലേ ഫ്രണ്ട്. ഇവരൊക്കെ പോന്നോ. അപ്പൊ ഇതുവരെ സൽമാൻ ഇവിടെ ശ്രദ്ധിക്കണ്ടോ. പൂര അതിന്റെ ഉള്ളിൽ പെട്ടുപോയത്. ഫാനിന്റെ ഉള്ളിൽ ഫാൻ ഒന്ന് കാണിച്ചു കൊടുക്കുക. അച്ചു ഫാൻ നമുക്ക് നടിക്ക്. അതായത് വെറുതെ ഒരു കുക്കിന് വന്നിട്ട് മൂടും. മുമ്പ് അടുക്കളയിൽ കയറിയിട്ടുണ്ടോ? ഇല്ലടാ ഇല്ല. ഇന്നാണ് കയറുന്നത്. നിഹാൽ അടുക്കളയിൽ കയറിയുണ്ടോ മുമ്പ്? നിഹാലിന്റെ ഒരു പരിചയ സമ്പത്ത് നമുക്ക് പ്രത്യേകത്തിൽ കാണാനുണ്ട് കേട്ടാ. അപ്പം നിഹാൽ ഇപ്പോഴത്തെ പരിപാടികൾക്കിടയിൽ റോസാപ്പൂവും പൂച്ചെണ്ടുകളൊക്കെ ഏറ്റുവാങ്ങി നേരം കണ്ടാണ് നമ്മളടിക്കാൻ വരുന്നത്. ഞാൻ കരുതി നമ്മളപ്പോ ഒന്നും ഉണ്ടാവില്ല. പൂച്ചെണ്ടുകളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ അതിൽ പോകും, വേറെ വലിയ ലെവലിൽ പോകുന്നു കരുതി. പക്ഷെ പാവ സ്നേഹമുള്ള കുട്ടിയാവുണ്ടെന്ന് ചെയ്തു. പൂച്ചെണ്ടുകൾ വാങ്ങിയെങ്കിലും പൂർവാധികം ശക്തിയോടെ നമ്മുടെ തന്നെ തിരിച്ചു വന്നിട്ട് നമ്മളെ പാർട്ടിക്ക് വരണം എന്നാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു? പാർട്ടി ഉണ്ടോ പുഷ്പ? ഒറ്റ ചോദ്യം. പാർട്ടി ഇല്ലേ പുഷ്പ?
കിസ്സിക്ക് പോലെ വരുന്നുണ്ട് എടുക്കണ അൽഫാം കിസ്സിക്ക് തന്നെ കുങ്കുവാൻ 사바디카 good massage ഗുഡ് മസാജ് തായ്ലാൻഡ് മസാജ് ഗുഡ് മസാജ് അതല്ല മസാജ് നമ്മള് തായ്ലൻഡ് പോയപ്പോ കണ്ടിനി കുറെ ആൾക്കാർ ചെയ്യണേ അല്ലേ തായ്ലൻഡ് പോയിക്കോ Bye. Only 10 baht 20 baht handsome boy Only 20 baht you come here you come Simple ah, in Tunisia the chicken ah, see an chora, chora chicken, but don't you You're try? right chicken soya see what you Ah, are in the end, do can you share? is your you sure chicken Chicken, yeah what's your gear right Then you beg chicken. chicken then you sure And show you rice. what's your gear right shamanchi Chawa, shamanchi kawa, this is achar shamanchi Achashi, Shamanchi. shamanchi. that's a green Thank you. Why can't Abdurrahman Master Magawa? Nabil, പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ one side കൊണ്ട് കാര്യമില്ല നബീല വൺ സൈഡ് ലവ് കൊണ്ട് കാര്യമില്ലെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അർഷിക്ക് അതിന്റെ വൺ സൈഡ് ലവ് വളരെ പെയിൻഫുൾ ആണ് അല്ലെ അർഷിയെ അർഷിക്ക് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാം വൺ സൈഡ് മാത്രം റെഡി ആയിട്ട് കാര്യമില്ല അർഷി ഒറ്റ കാര്യം പറഞ്ഞോ വൺ സൈഡ് മാത്രം റെഡി ആയിട്ട് കാര്യമില്ല അത് അർഷി പല അർത്ഥങ്ങളും അതിൽ കണ്ടുകിടുന്ന എനിക്ക് തോന്നുന്നുണ്ട് വൺ സൈഡ് ലവ് വളരെ പെയിൻഫുൾ ആണ് അതെ അതെ പെയിൻഫുൾ ആണോ പെയിൻഫുൾ ആണ് അനുഭവിച്ചിട്ടുണ്ടോ അനുഭവിച്ചിട്ടില്ല കുറച്ചൊക്കെ ഞാനൊക്കെ ഫുള്ള് വൺ സൈഡ് ലവാ ഞാനൊക്കെ ഉണ്ടല്ലോ ഞാനൊക്കെ ശരിക്കും 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ലൈൻ അടിച്ചതിന് ഒരു കണക്കില്ല എവിടെയും ഞാൻ പറയും ഒരാൾ പോലും എന്നോട് ഇഷ്ടം പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറയണില്ല